ചരിത്രപ്രസിദ്ധവും പുരാണപ്രസിദ്ധവുമാണ് തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. പഞ്ചപാണ്ഡവരിൽ മധ്യപാണ്ഡവനായ അർജുനൻ പ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വാസം. ഇന്ന് കീഴ്തൃക്കോവിൽ നിലനിൽക്കുന്ന സ്ഥലത്തായിരുന്നു ആ ക്ഷേത്രമെന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രപ്പഴമയേക്കാൾ ഇന്ന് ഈ പുണ്യസങ്കേതത്തിൻ്റെ പ്രശസ്തി ലോകമെങ്ങും പ്രസരിപ്പിക്കുന്നത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത അനുഷ്ഠാനങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടാണ്. പള്ളിയോടങ്ങളും വള്ളസദ്യകളും വഞ്ചിപ്പാട്ടുകളും ആറന്മുളയുടെ മാത്രം തനതു സമ്പ്രദായങ്ങളാണ്. പുണ്യനദിയായ പമ്പയുടെ ഇരുകരകളിലുമുള്ള 51 കരകളും പാർത്ഥസാരഥിക്ക് നൽകുന്ന സമർപ്പണമാണ് പള്ളിയോടങ്ങൾ. പള്ളിയോടങ്ങളുടെ ഗതിയും വേഗവും താളവും നിർണയിക്കുന്നത് വഞ്ചിപ്പാട്ടുകളുടെ ആലാപന ക്രമങ്ങളാണ്. നദോന്നത വൃത്തത്തിൽ ഉയർന്നും താണും പമ്പയുടെ ഓളപ്പരപ്പിനനുസരിച്ച് ലയിച്ചു ചേരുന്നതാണ് ആറന്മുള പള്ളിയോടങ്ങളുടെ വഞ്ചിപ്പാട്ടുകൾ. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ വരികളാണ് സാധാരണ ഉപയോഗിക്കുക. എന്നാൽ പഴയ ഒരു കാലത്ത് മുട്ടത്താശാനെ പോലെയും പല്ലോട്ടിൽ രാമൻ പിള്ളയെപ്പോലെയുമുള്ള ദേശകവികൾ പള്ളിയോടങ്ങൾക്ക് വേണ്ടി മാത്രം രചിച്ചിട്ടുള്ള ധാരാളം വഞ്ചിപ്പാട്ടുകളുമുണ്ട്. വഞ്ചിപ്പാട്ടുകളുടെ പഴമയും കെരുമയും വീണ്ടെടുക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി പള്ളിയോട സേവാസംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിവരുന്ന സംരംഭമാണ് ദേവസങ്കീർത്തന സോപാനം വഞ്ചിപ്പാട്ട് മത്സരം. (2016) മുതൽ മത്സരത്തിൽ ആലാപനത്തിലും താളത്തിലും അവതരണത്തിലും മികച്ചു നിൽക്കുന്ന പള്ളിയോട കരയ്ക്ക് 51 പവൻ സ്വർണത്തിലുള്ള ട്രോഫി സമ്മാനിച്ചു വരുന്നു. മേഖലാടിസ്ഥാനത്തിൽ നടന്ന വഞ്ചിപ്പാട്ട് മത്സരങ്ങളുടെ സമാപനവും പുരസ്കാര സമർപ്പണവും കഴിഞ്ഞ ദിവസം ക്ഷേത്രസന്നിധിയിൽ നടക്കുകയുണ്ടായി. പള്ളിയോട് സേവാസംഘം പ്രസിഡന്റ് ശ്രീ KV സാമ്പദേവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. തിരുവാറന്മുള ക്ഷേത്രത്തിലെ കഴിഞ്ഞ 5 വർഷമായിട്ട് അഭംഗുരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് സോപാനം. ആറന്മുളയുടെ പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആറന്മുളയുടെ കാർഷിക സംസ്കൃതി പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് പള്ളിയോടങ്ങളും പമ്പാനദിയും പുണ്യക്ഷേത്രവും എല്ലാം കൂട്ടിയിണക്കി ആചാര അനുഷ്ഠാനങ്ങളോടെ നടക്കുന്ന ചടങ്ങുകളാണ് ഈ അടുത്ത കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നു. ഇനിയും ഏതാണ്ട് 1.5 മാസം കൂടി ഇത് നീണ്ടു നിൽക്കുന്നു. ആറന്മുള വള്ളസദ്യകളും ആറന്മുള വള്ളംകളിയും ആറന്മുള കണ്ണാടിയും നമ്മളെ പ്രസിദ്ധരാക്കിയിരിക്കുന്നു.
UNOയുടെ ഭാഗമായ യുനെസ്കോയെ പൈതൃക ഗ്രാമമായി അംഗീകരിച്ചിട്ടുള്ള ആറന്മുളയിൽ ഭക്തിനിർഭരമായ ചടങ്ങിൽ തന്നെയാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത്. പുണ്യപുരാതനമായ ഒരു ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 1800 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. അതുമായി ബന്ധപ്പെട്ട് 800 വർഷമായിട്ട് നടക്കുന്ന ജലോത്സവമാണ് ആറന്മുള ഉത്രട്ടാതി ജലമേള. കാലാകാലങ്ങളിലുള്ള മാറ്റങ്ങൾ ക്ഷേത്രത്തിനും ഉണ്ടായിട്ടുണ്ട്, വള്ളംകളിക്കും ഉണ്ടായിട്ടുണ്ട്. വള്ളംകളിയുമായി അഭേദ്യമായ ബന്ധമുള്ള വഞ്ചിപ്പാട്ട് പരിപാടിയാണ് സോപാനത്തിൽ നടക്കുന്നത്. നേരത്തെ തന്നെ വഞ്ചിപ്പാട്ട് കളരികൾ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി നടത്തി അവർക്ക് പഠിപ്പിക്കുകയും മത്സരിപ്പിക്കുകയും അവരെ അതിന് പ്രാപ്തരാക്കി തുറന്ന സ്റ്റേജുകളിലും മത്സരവേദികളിലും വിവാഹ ആവശ്യങ്ങൾക്കും സ്വീകരണത്തിനുമൊക്കെ ആയിട്ട് അത് അവതരിപ്പിക്കുന്നതിന് അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ യുവാക്കളായ ആൾക്കാർക്ക് മത്സരിക്കുന്നതിനുള്ള അവസരമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പല ടീമുകളിവിടെ മത്സരിച്ചു. പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെയുള്ള 52 പള്ളിയോടങ്ങളിലെ പല കരകളിൽ നിന്നും യുവാക്കളിവിടെ വന്ന് പാടുകയും മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇന്ന് ഫൈനൽ മത്സരമായിരുന്നു. ഫൈനൽ മത്സരത്തിൻ്റെ വിജയം ഇന്ന് 1ാം സമ്മാനം കിട്ടിയിരിക്കുന്ന കീക്കൊഴൂരിനാണ്. 2ാം സമ്മാനം കിട്ടിയിരിക്കുന്ന കീഴ്വൻമഴിക്കാണ്. 3ാം സമ്മാനം മാലക്കരയ്ക്കുമാണ് കിട്ടിയിരിക്കുന്നത്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ വിനയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വഞ്ചിപ്പാട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് അതിനെ ആദരിക്കുകയും അത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഏക സ്ഥലം ആറന്മുളയാണെന്ന് തോന്നുന്നു. തിരുവാറന്മുളയിലെ ഈ വഞ്ചിപ്പാട്ട് മത്സരവും ദേവസങ്കീർത്തന സോപാനത്തിൽ സമ്മാനങ്ങൾ നേടിയ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്നെ ഈ ചടങ്ങിന് ക്ഷണിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ എൻ്റെ ഒരു പുതിയ സിനിമയുടെ എഴുത്തിലായിരുന്നു. ആ സിനിമയും ഇവിടുത്തെ ക്ഷേത്രമൊക്കെ ആയിട്ട് ചെറിയ ബന്ധമുണ്ടാകാം. കാരണം ഞാൻ മഹാഭാരതത്തിലെ ഭീമനെ പ്രധാന കഥാപാത്രമാക്കിയൊരു വലിയ സിനിമയാണ് 19ാം നൂറ്റാണ്ടിന് ശേഷം അടുത്തതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എഴുത്തിലായിരുന്നു. ഭീമൻ്റെ അനിയൻ അർജുനൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് ആറന്മുള ക്ഷേത്രം എന്നുള്ളത് നിങ്ങൾക്കറിയാം. അർജുനനാണ് പാർത്ഥസാരഥി ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠിച്ചത്. മഹാഭാരത യുദ്ധത്തിൽ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ തൻ്റെ ഗുരുക്കന്മാരെയും തൻ്റെ ഉറ്റ ബന്ധുക്കളെയും ഒക്കെ യുദ്ധത്തിൽ എതിർക്കേണ്ട, അവരെ വധിക്കേണ്ട വലിയ പ്രതിസന്ധിയിൽ അർജുനൻ നിൽക്കുമ്പോഴാണ്, ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനാണ് ഭഗവാൻ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി അത്തരം പ്രതിസന്ധിയൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിക്കേണ്ട, നീ നിന്റെ കർമ്മം നിർവഹിക്കുന്നു പറഞ്ഞ ആ ദേവാംശം, വിഷ്ണുവിൻ്റെ ദേവാംശമാണ് ആറന്മുളയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ജീവിതത്തിലെ പ്രതിസന്ധികളും ഇവിടുത്തെ ഭക്തന്മാർക്ക് ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തി ദേവൻ നൽകും. അങ്ങനെ നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവാറന്മുളയപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ആശ്രയം മറ്റാരുമില്ലേ, ആശ്രയം മറ്റാരുമില്ലേ.
മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ കീക്കൊഴൂർ കരയ്ക്ക് സ്വർണശില്പം സ്പോൺസറായ ശ്രീ മഠത്തിൽ രഘു സമ്മാനിച്ചു. മാലക്കര പള്ളിയോടക്കര 3ാം സ്ഥാനവും കീഴൻമഴിക്കര 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇത് ഒരു ദിവസത്തിൽ ഉണ്ടായ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 8-9 വർഷം എന്നുവെച്ചാൽ പ്രയാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ അമരം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ആ സമയത്ത് ഒരു വള്ളപ്പാട്ട് മത്സരം നടത്തണമെന്ന് പറഞ്ഞ് ഞാനൊരു യാദൃശ്യവശാൽ ഇവിടെ വന്നതാണ്. ഞാനൊരു വള്ള സദ്യയുടെ കാര്യത്തിന് വേണ്ടി മാത്രം വന്നതാണ്. അപ്പം ഞങ്ങൾ തമ്മിലൊരു റിലേഷൻ ഉള്ളതിൻ്റെ പേരിൽ പുള്ളി എന്നെ ഇവിടെ വിളിച്ചു വന്നു. അന്ന് സുരേഷ് ഗോപിയാണെന്ന് തോന്നുന്നു ഇനാഗുറേഷനാണ് ചെയ്തത്. ഞാൻ ഇത് കണക്ക് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഞങ്ങൾ അവരുടെ ഓഫീസ് വരെ പോകുന്ന സമയം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ഉണ്ടാക്കിയത്. പക്ഷെ അത് ഇത്രയും വലിയ മനോഹരമായിട്ട് ഇത്രയും വലിയ രീതിയിൽ പോകുമെന്ന് ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇതെല്ലാം ഭഗവാന്റെ കടാക്ഷമാണ്. ചടങ്ങിൽ സേവാ സംഘം സെക്രട്ടറി ശ്രീ പ്രസാദ് ആനന്ദഭവൻ, ശ്രീ രമേശ് മാലിമേൽ, പ്രൊഫസർ മോഹനാക്ഷൻ നായർ, ഡോക്ടർ സുരേഷ് ബാബു, ശ്രീ സുരേഷ് KS, ശ്രീ അജയ് ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര സന്നിധിയിൽ ഒരാഴ്ചയായി നടന്നുവരുന്ന വഞ്ചിപ്പാട്ട് സെമിനാറിൽ പ്രൊഫസർ കടമ്പനട്ട വാസുദേവൻ പിള്ള, ശ്രീ CJ കുട്ടപ്പൻ, ശ്രീ മുല്ലക്കര രത്നാകരൻ, ഡോക്ടർ KS രാധാകൃഷ്ണൻ, K രാജഗോപാൽ, ഡോക്ടർ K ജയകുമാർ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഇനി എല്ലാ കണ്ണുകളും മനസ്സുകളും പ്രശസ്തമായ ഉത്രട്ടാതി ജലോത്സവത്തിലേക്ക്. പുളകം പൂത്തുലയുന്ന പമ്പാ പുളിനത്തിലേക്ക്. ഉത്രട്ടാതി ജലമേളയുടെ ആവേശോജ്വലമായ തത്സമയ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രിയ പ്രേക്ഷകർക്കായി അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു. കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.